ഇരിക്കാം. ഈ സാരി ഇന്നലെ ഞാൻ പോയി വാങ്ങിയത്. എനിക്ക് ഒരു വട്ടം ഉടുത്ത സാരി പിന്നെ എനിക്ക് ഉടുക്കാൻ ഇഷ്ടേ അല്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ പോയി വാങ്ങിയതാ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഈ നെക്ലസ് എങ്ങനെയുണ്ട്? ഇത് 3 പവനാണ്. ജോസ്പോന്ന് എടുത്തിട്ട് വന്നതാ. ഈ കല്യാണത്തിന് ആദ്യമായിട്ട് ഇടുന്നേ. എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിന് ഒരു 3 പവനൊക്കെ ഒരു 2.5 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ വന്നു. എത്രയാന്ന് പറയും? ഇതൊരു 1500 രൂപൻ്റെ സാരിയാണ്. നന്നായിട്ടുണ്ടോ? എനിക്കിഷ്ടമായിട്ട് എടുത്തതാ. ഈ ഇതിലിങ്ങനെ ബോർഡർ ബ്രൗൺ കളർ വരുന്നത്. എൻ്റെ മോൻ കോയമ്പത്തൂർ IT കമ്പനിയിലെ മാനേജറാണ്. മോള് പിന്നെ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. 2 പേരും നന്നായി പഠിക്കുന്ന ആൾക്കാർ. ഒരു ദിവസം പോലും സ്കൂൾ മുടക്കാറേ ഇല്ല. ഞാൻ വൈകിൽ പോകണ്ടെന്ന് പറയും. പക്ഷെ അവരില്ലമ്മ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്കും നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. ടീച്ചർമാർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. കാവ്യയുടെ സുജിത്തിൻ്റെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലൊക്കെ. അങ്ങനെ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് നമുക്കും പിന്നെ PT മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? എടി കവിത, ആ ചേച്ചി നോക്ക്, ഒരു കല്യാണത്തിന് വരുമ്പോഴെങ്കിലും ഇത്തിരി നല്ല രീതിയിലേക്ക് വന്നൂടെ? നോക്ക്, വീട്ടിൽ ഉടുക്കുന്ന സാരി പോലെ ഉണ്ട് ഉടുത്തിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ എത്ര ഇല്ലെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ 4 ആൾ കാണുന്നതല്ലേ. അപ്പോഴെങ്കിലും ഇത്തിരി വൃത്തിയായിട്ട് വന്നൂടെ? എന്തൊരു കഷ്ടം നോക്ക് വന്നിരിക്കും. നോക്ക്, എനിക്കിങ്ങനെ ഇഷ്ടേ അല്ല. എനിക്ക് എവിടേക്കെങ്കിലും പോവാന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പോകാനാണ് എനിക്കിഷ്ടം. വീട്ടിൽ കഞ്ഞി വെള്ളം ഇല്ലെങ്കിൽ നമ്മളത് പോകുന്നവിടത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് എൻ്റെ പോളിസി. എടി, ആ മജന്ത കളർ സാരി എടുത്ത കുട്ടി ആരാടി? ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നാണോ? അത് ഇവിടുത്തെ റേറ്റ്. ഞാൻ കുറേ നേരമായി നോക്കാൻ തുടങ്ങിയിട്ട്. ആ കളറിന് ആ മജന്ത കളർ സാരി നന്നായിട്ടുണ്ട്. ആ സിമ്പിളായ ലുക്കും ആ ഓർണമെന്റ്സും നല്ല രസമുണ്ട്. ഞാൻ കുറേ നേരമായി നോക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ആ കുട്ടിക്ക് ആ കളർ നന്നായി ചേരുന്നുണ്ട്. നല്ല വർക്ക് സാരിയും കാര്യങ്ങളും കേട്ടോ. നമുക്ക് അധികം കാണാത്ത റെയറായിട്ടുള്ള കളറാണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കിഷ്ടമായി. ഓരോരുത്തരും നല്ല ആർഭാടങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ ചെയ്യും. പക്ഷെ ആ കുട്ടി എന്ത് ഡ്രസ്സിന് എന്ത് ചെയ്യണമെന്ന് നന്നായിട്ട് അറിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കത് വലിയ ഇഷ്ടമായി. ആ കുട്ടി എടുത്തിരിക്കുന്ന സാരിയും വേറെ കുട്ടി ഇട്ടിരിക്കുന്ന മോഡേൺ ഡ്രസ്സിനൊക്കെ നല്ല വിലയുണ്ടാവില്ലേ? എത്ര ഉണ്ടാവുന്നാലും അതൊക്കെ നല്ല വിലയുള്ള. നമുക്ക് ആ കുട്ടി ഉപയോഗിക്കുന്ന മാല കണ്ടോ? അതിലൊരു 4 പവനെങ്കിലും ഉണ്ടാവും മിക്കവാറും. ആ കുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്ക്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. മോഡലായിട്ട് സ്കേർട്ടും ടോപ്പും സൂപ്പറായിട്ടുണ്ട്. ആ ഫ്രോക്ക് നോക്കി, അയ്യോ വൈറ്റ് കളറിൽ ആ ഗോൾഡൻ ആയിട്ട് വന്നിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല മോഡലായിട്ട് നല്ല സെലക്ഷൻ. ഇവരൊക്കെ എവിടെ നിന്നാണോ ഡ്രസ്സ് എടുക്കുന്നത്? അവരിട്ടിരിക്കുന്നുണ്ടോ? നന്നായിട്ടുണ്ട്. എനിക്കിഷ്ടമായി. കല്യാണത്തിനൊക്കെ വരണം ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ. എന്തൊരു ഭംഗിയാണ് നോക്ക്. പക്ഷെ എനിക്ക് വിശന്നിട്ട് വയ്യ. സദ്യയാണോ ബിരിയാണിയാണോ എന്തോ. കാലത്താണെങ്കിൽ നേരെ മറന്ന് കഴിച്ചുമില്ല. എന്നിപ്പോൾ ഈ ഫംഗ്ഷന് വരുമ്പോൾ അവിടെ നിന്ന് നന്നായി കഴിക്കാമെന്ന് വെച്ചിട്ട് കാലത്ത് കഴിച്ചുമില്ല. എനിക്ക് വിശന്നിട്ട് വയ്യ. സദ്യ ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും കുറേ ആയി കഴിച്ചിട്ട് നല്ല ഫംഗ്ഷനും വന്നിട്ട്. പക്ഷെ എന്താണാവോ നല്ല മണമൊക്കെ വരുന്നുണ്ട് പായസത്തിൻ്റെയും കറികളുടെയൊക്കെ. നന്നായി ഫുഡ് കഴിക്കണം. എത്രയെന്ന് പറയും കഴിച്ചിട്ട്. സെക്കൻഡ് ലൈനിലെ രണ്ടാമതിരിക്കുന്ന കുട്ടിയില്ലേ, കുട്ടി കല്യാണം കഴിഞ്ഞിട്ടാണോ അല്ല എൻ്റെ മോന് നോക്കാമെന്ന് വെച്ചിട്ടാണോ പെണ്ണ് ചോദിക്കാമെന്ന് വെച്ചിട്ടാണ്? അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. കല്യാണം കഴിഞ്ഞതാണെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞിട്ടില്ലെങ്കിൽ നോക്കിയാൽ മതിയല്ലോ. ഞാൻ കുറേ നേരമായി നോക്കാൻ തുടങ്ങിയിട്ട്. ആ സെക്കൻഡ് വൺ ഒന്ന് അന്വേഷിച്ചിട്ട് പറയട്ടെ. പോകുന്നതിനുള്ളിൽ മതി.